ഹലോ, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈയിൽ നിന്ന് മധുരയ്ക്ക് മാറി, അതിൻ്റെ കുറച്ച് നമുക്ക് തിരക്കും കാര്യങ്ങളെല്ലാം ആയത് കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാൻ പതിയെ മേക്കിംഗ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോം വ്ളോഗും ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഞാൻ കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ് കേട്ടോ. നമുക്ക് ആദ്യം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കഴുകി വയ്ക്കുകയാണ്. നമുക്ക് മധുരയിൽ സെറ്റായോ എന്ന് ചോദിച്ചാൽ സെറ്റായിട്ടില്ല. ഞാൻ വന്നിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വൈഫൈ കണക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് മെല്ലെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സ്കൂൾ വെക്കേഷനും ആണല്ലോ, അപ്പോൾ 2 കുട്ടികളെ മാനേജ് ചെയ്യണത് എല്ലാം കൂടെ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് മധുരയ്ക്ക് മാറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആൾ ജോബ് ചേഞ്ച് ചെയ്തത് കാരണം ഇപ്പോൾ മധുരയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ വേറെ കമ്പനിക്ക് വന്നപ്പോൾ നമുക്ക് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. കുട്ടി ഓൾറെഡി തമിഴ് പഠിച്ചത് കാരണം, പിന്നെ ആൾക്ക് കുട്ടി തമിഴ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കാരണം നമ്മൾ മധുരയിലേക്ക് തന്നെ മാറിയതാണ്. ഇല്ലെങ്കിൽ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തുണികളൊക്കെ മടക്കി വെച്ചു. ഇവിടെ ആക്ച്വലി മധുരയിൽ നമ്മൾ ഫ്ലാറ്റിലല്ല, നമ്മളൊരു വീടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ബാക്കിയുള്ള കുഞ്ഞു പണികളൊക്കെ വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കര പണിയാണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്ത് തലയ്ക്ക് ഭ്രാന്തായി സത്യം പറഞ്ഞാൽ. ഉള്ളൊരു സമാധാനം ഫോൺ പുതിയത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത് ക്യാമറയും സ്റ്റോറേജുമാണ്. അപ്പോൾ എനിക്ക് സ്റ്റോറേജ് നന്നായിട്ടുള്ളത് കാരണം എനിക്ക് വലിയ പ്രശ്നമില്ലാതെ പോയി. ആദ്യത്തെ ഫോൺ എനിക്ക് ഒട്ടും സ്റ്റോറേജ് പറ്റണില്ലായിരുന്നു വീഡിയോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതെന്തായാലും സ്റ്റോറേജ് ഉള്ളത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ ആ റൂമിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കണം, കിച്ചണിൽ പോകുമ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കണം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ മാതിരി എനിക്ക് തോന്നി എഡിറ്റ് ചെയ്യുമ്പോഴും വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു മേ ബി പോകുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ AC ഒക്കെ ഇപ്പോഴാണ് വന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി സാധനം കൊണ്ടിട്ട് 1 മാസമായി. പക്ഷേ ഞാൻ വന്നതിന് ശേഷമാണ് AC, ഫാൻ, എല്ലാ സകല സാധനങ്ങളും TV അടക്കം ഫിറ്റ് ചെയ്തത്. നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊണ്ടിട്ട സാധനങ്ങൾ ഹോള് ഫുള്ള് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഓരോ സൈഡായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ AC ഇന്നാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ AC ഫിറ്റ് ചെയ്ത ഉള്ളവർക്ക് അറിയാമല്ലോ, ഫിറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ വന്നാലുള്ള അവസ്ഥ. ഫുള്ള് പൊടിയായിരുന്നു. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് പിന്നെ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ചെയറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെയറും ഫുള്ള് നമ്മൾ തുടച്ച് വൃത്തിയാക്കി അതിൽ മണ്ണൊക്കെ കളഞ്ഞ് പിന്നെ നമ്മൾ ബാൽക്കണിയൊക്കെ ഞാൻ ലോക്ക് ചെയ്തു. ഫ്ലാറ്റ് ആവുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ വീടാവുന്ന സമയത്ത് എനിക്ക് ചെന്നൈയിൽ കിട്ടിയ അത്രയും സെക്യൂരിറ്റീൻ്റെ ഒരു ഇത് എനിക്ക് ഈ വീട്ടിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിലും മേലെ ബാൽക്കണി ആണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ലോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ആക്ച്വലി ഞാൻ കുറേ അതിൽ വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് എന്താ സംസാരിക്കേണ്ടത്, എന്താ വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. മറന്നുപോയി ഒന്നാമത് അതൊന്ന്, പിന്നെ ടെൻഷൻ, പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നത് കാരണം എനിക്കൊരു ഉൾവലിവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി പോകെ ശരിയാവുമായിരിക്കും. പിന്നെ ഓഡിയൻസിന് ഇഷ്ടപ്പെടണമല്ലോ മെയിനായിട്ട്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ഇതല്ലാത്ത കാരണം മേ ബി എനിക്ക് വ്യൂസ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശരി, നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, നമുക്ക് ഏതാ ക്ലിക്കാവുകയെന്നറിയില്ല. മേക്കിംഗ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ഒരു വ്ളോഗും കൂടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയറൊക്കെ ക്ലീൻ ചെയ്ത് താഴെ കൊണ്ടുവന്നതിന് ശേഷം റൂമിൽ കുട്ടികൾ കളിച്ചിട്ട് പായും തലേണയും പില്ലോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഓരോ സൈഡായിട്ട് ഒതുക്കി വരുമ്പോൾ ഇവരെനിക്ക് ഓരോ സൈഡായിട്ട് പണി തന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ റൊട്ടേഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റൂമും കൂടെ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ച് പായും തലേണയൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ വിളക്ക് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വിളക്ക് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി പരിപാടികൾക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ചല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈവനിങ് വ്ളോഗ് എടുത്തത്. പക്ഷേ അത് കൂടെ ഇത്ര ലെങ്ത് ഉണ്ട്. ചിലപ്പോൾ ഞാൻ എടുത്തിന് എന്തെങ്കിലും എനിക്കറിയാം എന്തെങ്കിലും തെറ്റുകൾ എന്തായാലും ഈ വീഡിയോസിലൊക്കെ ഉണ്ടാവും. ബിക്കോസ് ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോഴും ലെങ്ത്ത് വരുന്ന വിചാരിച്ചിട്ടാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്, ഹാഫ് കൂടെ ഈവനിങ് തൊട്ടാണ് എടുത്തത്. എന്നിട്ട് കൂടെ എന്താ ഇത്ര ലെങ്ത്ത് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കാതെ വിചാരിച്ചു. ആക്ച്വലി എനിക്ക് അവിടെ നിറയെ ഫോട്ടോസ് ഉള്ളത് കാരണം എനിക്കത് ഭയങ്കര എന്താ പറയുക, നമ്മൾ കണ്ണ് തുറന്ന് നോക്കി നിറയെ ദൈവങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ദൈവങ്ങളുള്ളതുപോലെ തോന്നിയിട്ടത് കണ്ടപ്പോൾ. പക്ഷേ ഓക്കെ, നമുക്കിനി സമയമുണ്ടല്ലോ, മെല്ലെ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട്
വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് വിളക്ക് വയ്ക്കുകയാണ്. ഇപ്പോൾ സമയം എത്ര, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾ എന്തായാലും വെളിയിൽ കളിക്കുകയാണ്. അവർ പിന്നെ ഇത്തിരി വെയിൽ താന്നു കഴിഞ്ഞാൽ ഇതൊരു പ്ലോട്ടിലാണ് അവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെളിയിൽ കുറച്ച് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് എന്താ പറയുക, ക്രൗഡൊന്നും ഇല്ലാത്ത സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുതന്നെ എനിക്ക് കുറച്ച് മനസ്സമാധാനമായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഓവർലോഡ് ആവണ സമയത്ത് ഇവർ ഓഫ് ചെയ്ത് വെക്കും. കറണ്ട് ഓഫ് ചെയ്ത് പിന്നെ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കറണ്ട് ഓൺ ചെയ്യുന്നത് കേട്ടോ. ഞാൻ വന്ന സമയത്ത് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഓൺ ചെയ്തത്. ഇനി സത്യം പറയാം, ചൂടാണല്ലോ തമിഴ്നാട്. ഇവിടെയും ചൂട് തന്നെയാണ്. വൈകുന്നേരം മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ചൂട് തന്നെയാണ്. അതിൻ്റെ ഒരു കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പിന്നെ വെള്ളത്തിന് കുഴപ്പമില്ല, പക്ഷെ അത് നമ്മൾ ഫിൽറ്റർ നമ്മൾ വെച്ചത് കാരണം അത് വലിയ കുഴപ്പമില്ല. പിന്നെന്താണ്, പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വിശേഷം. അപ്പോൾ നമ്മൾ വിളക്ക് നമ്മൾ അകത്തും കത്തിച്ചിട്ട് പുറത്തും കത്തിക്കാൻ വേണ്ടി പോകേണ്ടതൊക്കെ ഉണ്ട്. ഫസ്റ്റായിട്ട്, അതായത് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടൻറ്റും ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഒരു ഇതിലാണ്ട് പോകും. ഇല്ലെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് എനിക്ക് മുഖം കാണിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും നമ്മളൊരു വ്ളോഗ് പോലെ എടുത്തല്ലോ, അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിയിലും വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മളൊരു കുറിയൊക്കെ തൊട്ടതിന് ശേഷം അകത്ത് ലൈറ്റ് ഇട്ടിട്ട് പുറത്ത് കുറച്ച് നേരം പോയിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തന്നെ ആയാലും നമ്മുടെ ഒരു കണ്ണുള്ളത് നല്ലതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങളെല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കുക. അടുത്തുള്ളവർ അച്ഛൻ്റെ അനിയനാണ്, അമ്മയുടെ അനിയനാണെന്നൊന്നും പറഞ്ഞിട്ട് ആരുടെ വിടരുത്. ആരുടെ കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലാതെ നിങ്ങൾ വേറെ ആരെയും വിശ്വസിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് കാലത്ത് അച്ഛനും അമ്മേനെയും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല. 2 പേരും കണക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും എനിക്കറിയില്ല, എനിക്ക് ഓരോ ന്യൂസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും 10 മാസം ചുമന്ന് പ്രസവിച്ച് അത്രയും വേദന കടിച്ചമർത്തി പ്രസവിച്ച കുട്ടികളെ എങ്ങനെ കൊല്ലാൻ പറ്റണേ, അല്ലെങ്കിൽ അങ്ങനൊരു കുട്ടികളെ എങ്ങനെ വേറൊരാൾക്ക് പീഡിപ്പിക്കാൻ കൊടുക്കാൻ പറ്റണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും അവരുടെ കുട്ടികളെ ശ്രദ്ധിക്കുക, ആരെയും വിശ്വസിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവാറുണ്ട് കേട്ടോ. ആ കുട്ടി ഞാൻ പേര് മെൻഷൻ ചെയ്യണില്ല. അത് ഓൾറെഡി കേസ് വേറെ ആയത് കാരണം നമ്മൾ പേര് മെൻഷൻ ചെയ്യാതെ സംസാരിക്കണമായിരിക്കും ബെറ്റർ. അപ്പോൾ അത് നമ്മൾ വെളിയിൽ കളിയൊക്കെ കഴിഞ്ഞു. വെളിയിൽ കുറച്ച് നേരം ഇരിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഇവർ കളിക്കാൻ വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെ പോയി കളിച്ചൊന്നുമില്ല, ചുമ്മാ പോയി ഒന്ന് നടന്ന് വന്നു കേട്ടോ. നടന്നിട്ട് നമ്മൾ അകത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ വിൻഡോസൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, വന്നതിന് ശേഷമാണ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് AC ഫിറ്റ്, ഫാൻ ഫിറ്റ് ചെയ്യൽ, എന്താണെങ്കിലും വാഷിംഗ് മെഷീൻ, TV എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാനൊന്നും വെച്ചിട്ടില്ല. സോ അതുതന്നെ ഞാൻ ജനൽ എപ്പോഴും ഞാൻ ഓപ്പൺ ചെയ്തിടാറുണ്ട്. നമ്മൾ ഫ്ലാറ്റിൽ ഞാൻ ജനൽ ഒന്നും ഓപ്പൺ ചെയ്തിടാറില്ല കേട്ടോ. അവിടെ കുരങ്ങൻ്റെ ഒരു ശല്യമുള്ളത് ഞാൻ ബാൽക്കണി മാത്രമേ എപ്പോഴെങ്കിലും തുറന്നിടാം. അത് എൻ്റെ കൺവെട്ടത്താണെങ്കിൽ മാത്രമേ ഞാൻ തുറന്നിടാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തുറന്നിടാറില്ല. പക്ഷേ ഇവിടെ ആ ഒരു ടെൻഷനില്ല. ഇപ്പോൾ ജനൽ ഓപ്പൺ ചെയ്തിട്ടാലും നെറ്റുള്ളത് കാരണം കൊതുവോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അരിച്ചു അകത്ത് കയറുന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാത്ത ഞാൻ ഇവിടെ എല്ലാവിടെയും ജനലെല്ലാം ഓപ്പൺ ചെയ്തിടാറുണ്ട്. റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അയൺ ബോക്സും ടേബിളിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഭർത്താവിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ആക്ച്വലി അവിടത്തെയും വെച്ച് കുറച്ച് നേരത്തെ ഇപ്പോൾ ഏട്ടൻ വരും. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 8:30-9 മണിയൊക്കെ ആവും. ഡിപ്പെൻസ് ഓൺ വർക്ക്. കുറച്ച് കൂടുതൽ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ ലേറ്റ് ആവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. ചിലപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കൂടെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ലേറ്റ് ആവും. പക്ഷേ 5:45 ഓഫീസിൽ നിന്ന് ഇറങ്ങാറുണ്ട്. 5:50 ആകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒരു 6 മണി 6:15 ആകുമ്പോഴേക്കും ഇവിടെ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വിളക്കൊക്കെ ഓഫ് ചെയ്തു, വിളക്ക് അണച്ചു. വിളക്കൊക്കെ അണച്ചതിന് ശേഷം നമ്മൾ മുടിയൊക്കെ ഒന്ന് നീറ്റായിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ തമിഴ്നാടായത് കാരണം അവിടെ ഇവിടെ എനിക്ക് ഒരു ഡിഫറൻസും തോന്നണില്ല. രണ്ടവിടെയും നല്ലതുപോലെ മുടി കൊഴിയുന്നുണ്ട്. ഇത് കാണുമ്പോൾ നല്ല മുടികൾ പോലെ തോന്നും. ഒരു തേങ്ങയില്ല, എണ്ണ തേക്കാതെ ഷാമ്പു ഇട്ട് ഇരിക്കുന്നത് കാരണമാണ് ഇങ്ങനെ ബഫ്ഫായിട്ട് തോന്നുന്നത്. നല്ല മുടി കൊഴിച്ചിലുണ്ട്. എന്താണ് തമിഴ്നാട്ടിലെ വെള്ളത്തിന് മാത്രം, അതായത് ഞാൻ 3 വർഷം തമിഴ്നാട്ടിൽ ഇരുന്നതാണ്. എന്നിട്ട് എനിക്ക് തമിഴ്നാട്ടിലെ വെള്ളം ശരിയായില്ലെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കുഴപ്പമായിരിക്കില്ല, എനിക്ക് തോന്നുന്നു എൻ്റെ തലയുടെ കുഴപ്പമായിരിക്കും, എനിക്ക് മുടിയുടെ കുഴപ്പമായിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ശരിയാവായിരിക്കും. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ആയിരിക്കാം. ഇപ്പോൾ കുട്ടികളുടെ മുടിയും ചെറുതായിട്ട് എനിക്ക് കൊഴിയണമെന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, നോക്കാമില്ലാതെ അപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ക്യാന് വാങ്ങിച്ചിട്ട് നമ്മൾ തലമുടി വേണ്ടി വരും. ഇത് കണ്ടോ, ഞാൻ ആക്ച്വലി ഇത് ഇപ്പോൾ കത്താതിരിക്കും, നമ്മൾ മുഖം അടുത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ കത്തും കേട്ടോ. ഒരു എന്താ പറയുക, ഒരു സെൻസർ മാതിരി. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കത്തുന്നതാണ്.
എന്തായാലും കൊള്ളാം. എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. നമ്മളിങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വീട്ടിൽ വാങ്ങിച്ച് വെക്കാറില്ല. ഈ ടൈം ഞാൻ വരുന്നതിന് മുമ്പ് ഏട്ടൻ വാങ്ങിച്ച് വെച്ചത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, പട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ആൾ ആക്ച്വലി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ട് വീണ്ടും പുറത്ത് പോയി പെട്രോൾ അടിക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇവർ കണ്ട സമയത്ത് രണ്ടുപേരും ആക്ച്വലി വലിയ കുട്ടിയും വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ചെറുതും വന്നിരുന്ന് നോക്കട്ടെ, കാരണം കുറേ ദിവസമായില്ല. അപ്പോൾ ഇവർ ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്, ഹലോ ഗൈസ്, ഹായ് ഗൈസ് എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർക്കത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, കാരണം കുറേ ആയില്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഏട്ടൻ വരുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ ഒരു ഇതുപോലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കൊടുത്തിട്ട് ബാലൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് നൈറ്റ് നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും ഏട്ടനും ആക്ച്വലി ഡയറ്റാണ്. കുട്ടികൾക്ക് ഫുഡ് എന്തെങ്കിലും നമ്മൾ ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് വെച്ച് ചോറുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്യാസ് നമ്മൾ അവിടെ നിന്ന് ആക്ച്വലി സറണ്ടർ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ കണക്ഷൻ എടുക്കാൻ. അത് നമ്മൾ ചെയ്തിട്ടില്ല. കുട്ടിയുടെ TC കിട്ടിയിട്ടില്ല. ഇവിടെ തമിഴ്നാട്ടിൽ നമുക്ക് മെയ് 20-ന് ശേഷം തരുള്ളൂ എന്ന് പറഞ്ഞ കാരണം നമ്മൾ TC വാങ്ങിക്കാൻ പോണ സമയത്ത് ഗ്യാസ് സറണ്ടർ ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരെ ഞാനിനി ഇൻഡക്ഷനിൽ വെക്കണം. ആക്ച്വലി കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു എനിക്ക് അത്രയ്ക്ക് വലിയ സംതൃപ്തി ഇല്ല ഇൻഡക്ഷനിൽ വെക്കണ കാരണം. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഈ വീട്ടിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്, എൻ്റെ പൊന്നോ, എല്ലാവിടെയും നമുക്ക് റാക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ സമാധാനം. നമുക്ക് അവിടെ ഒരു റാക്ക് പോലും ഇല്ലായിരുന്നു. ഇവിടെ റൂമിലും ഹാളിലും അതുപോലെ തന്നെ പൂജാ റൂമിൽ അടക്കം ഒരു റാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കബോർഡ് വർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു ഹെൽപ്പായിട്ട് തോന്നി കേട്ടോ. അപ്പം നമ്മൾ അരിയും സാധനങ്ങളൊക്കെ കൊട്ടി വയ്ക്കുന്നുണ്ട്. അരി എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ബിക്കോസ് നമ്മൾ പോണ സ്ഥലത്ത് അരി എപ്പോഴും വേറെ ആയിരിക്കും. അതായത് നമ്മുടെ അവിടുത്തെ അരി കിട്ടുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ അരി ചെന്നൈത്തെ വെച്ച് ഡിഫറെൻ്റ് അരിയാണ് ഇവിടെ വാങ്ങിക്കുന്നത്. ബട്ട് ഓക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആദ്യം പിള്ളേർക്ക് ദോശ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഇത് ചട്ടിയുടെ പുക പോണത് കാരണമാണ് ക്യാമറ ഒന്നും മങ്ങിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കുമായിട്ട് നമ്മൾ വീറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, വീറ്റ് ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആക്ച്വലി നെയ്യ് ഇടണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ നെയ്യ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ നെയ്യ് ഇട്ടിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു കൂളറുള്ള കാരണം നമുക്ക് ആ കൂളർ വലിച്ച് ഹാളിലും റൂമിലും എല്ലാം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. AC-യും ഫാനൊക്കെ വെക്കുന്നത് വരെ കേട്ടോ. അപ്പോൾ ആക്ച്വലി AC വെച്ചു, പക്ഷേ അതിലെന്തോ പവർ സപ്ലൈ ഇല്ലാത്തത് കാരണം ഇനി ഇലക്ട്രീഷ്യൻ വന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്കത് റൂം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ താഴെയാണ് കിടക്കുന്നത്, താഴത്തെ റൂമിൽ. അപ്പോൾ നമ്മൾ കൂളർ വെച്ചിട്ട് ഹാളിലും റൂമിലും ആയിട്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് ഞാൻ കുട്ടികൾക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫോൺ കൊടുത്തിട്ട് ആക്ച്വലി നമ്മൾ ഫോൺ വെക്കേഷൻ ആയത് കാരണമാണ് കുറച്ച് കൂടുതൽ സമയം ഫോൺ കൊടുക്കുന്നത്. എന്നാലും മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏട്ടൻ ആക്ച്വലി വീഡിയോ കണ്ടപ്പോൾ നീ വീണ്ടും തുടങ്ങിയോ എന്നുള്ളൊരു ഇതിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ആളാണ്. ഒരു ഹായൊക്കെ കാണിച്ച് പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഞാൻ അധികം കൊടുക്കാറില്ല. പിന്നെ കഴിക്കുന്ന സമയത്ത് ഈ ചെറിയ ആൾ കഴിക്കും, പക്ഷേ ഈ വലുത് കടുകടക്കം മാറ്റി വയ്ക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതുതന്നെ മാക്സിമം ഞാൻ അവളെ എങ്ങനെയെങ്കിലും അവളുടെ ശ്രദ്ധ മാറ്റിയിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ കഴിക്കുമ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് കയ്യിൽ. ബട്ട് സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ എന്തായാലും ആ ഹാബിറ്റ് മാറ്റും. ഞങ്ങളാരും കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് ശീലിപ്പിക്കരുത്. ഈ കുട്ടി ഒരു സാധനം കഴിക്കാത്തത് കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മൾ കിച്ചണൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ച് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഫിൽറ്റർ ആക്ച്വലി ഫിറ്റ് ചെയ്തിട്ടില്ല. അത് ഫിറ്റ് ചെയ്യാൻ വരുന്നത് വരെ നമ്മൾ ഈ വാട്ടർ ക്യാൻ കണ്ടോ, ആ ക്യാൻ വെള്ളമാണ് വാങ്ങിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എപ്പോൾ വരുമെന്നറിയില്ല. വന്ന ദിവസം തൊട്ട് ഓരോന്നും ആൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ തുടച്ച് ക്ലീൻ ചെയ്ത് ആ തുണിയൊക്കെ നമ്മൾ ഉണങ്ങാനിട്ട് അപ്പോൾ നമുക്ക് സംതൃപ്തിയായി. എപ്പോഴും കിച്ചണിൽ പാത്രങ്ങളൊന്നും ഇല്ലാണ്ട് രാവിലെ വന്ന് ഫ്രഷായിട്ട് നോക്കണം. അതായത് ഫ്രഷായിട്ട് എണീച്ച് വരുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷം എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ബാലൻസുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ ഞാൻ എടുത്ത് തുടച്ചിട്ട് നമ്മൾ റാക്കിൻ്റെ ഉള്ളിൽ കയറ്റി തുരുമ്പ് വരണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു എനിക്ക് നല്ലൊരു ഹാബിറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ രാവിലെ എണീച്ച് നേരത്തെ ഞാൻ കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കിച്ചണിലെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതെനിക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നി. വിളക്ക് വെക്കാത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ആദ്യം ഞാൻ എന്നും കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ കിടക്കാനുള്ള പണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് ആദ്യം റൂം
അടിച്ച് വാരിയതാണ്. പിന്നെ പിള്ളേരൊക്കെ കളിച്ചും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതന്നെ റൂം ഞാൻ ഒന്നുകൂടെ അടിച്ച് വാരിയതിന് ശേഷം ബെഡ്ഷീറ്റും തലേണയും പായും എല്ലാം വിരിച്ചിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മേക്കിംഗ് വീഡിയോസ് ഇടയിൽ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. മുമ്പത്തെ പോലെ സപ്പോർട്ട് എല്ലാവരും തരണം. വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ആരുടെ അടുത്തും കുട്ടികളെ വിശ്വസിച്ച് വിടരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വീട്ടിൽ പറയാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു കൊടുക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. മക്കളെ ശ്രദ്ധിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.